വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹാഷ് വോക്കൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. VPN അഥവാ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് കേൾക്കാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കുറവായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചുരുക്കിയെന്ന് പറയാം. നമ്മുടെ IP അഡ്രസ്സ് മറച്ചു വെച്ചുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ IP അഡ്രസ്സിലൂടെ നമ്മൾ നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്യപ്പെട്ട പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് സംവിധാനമാണ് VPN. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തൊക്കെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതുപോലെ പല ആപ്ലിക്കേഷനുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മാർഗ്ഗമാണ് ഏതെങ്കിലും VPN സർവീസുകൾ ഉപയോഗിച്ച് അത് ലഭ്യമാകുന്ന രാജ്യത്തെ സെർവറുമായി നമ്മുടെ IP കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് VPN വഴി ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് VPNൻ്റെ പ്രധാന ഉപയോഗം. അപ്പോൾ അതിനായി ഒരുപാട് VPN ആപ്ലിക്കേഷനുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ VPN ഉപയോഗിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ പ്രശ്നമായി വരാറുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു VPN ആപ്ലിക്കേഷനുകളും യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് VPN സർവീസ് ലഭിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ നമുക്ക് VPNൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുവഴി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നേരം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായി നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സ് എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ സെർച്ച് ബാറിൽ പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്യുക. പ്രൈവറ്റ് DNS. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ കാണാം. അതിൽ പ്രൈവറ്റ് DNS എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷനുകൾ കാണാം. ഓഫ് ഓട്ടോമാറ്റിക് പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന് കാണാം. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയുള്ള പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മറ്റു ചില ഫോണിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഏതായാലും ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാണും. അവിടെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 1.1.1 ഇങ്ങനെ 4 പ്രാവശ്യം സ്പേസ് ഇടാതെ തന്നെ ഈ 1.1 എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പേസ് ഇടാൻ പാടില്ല, സ്പേസ് ഉണ്ടായാൽ അത് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പേസ് ഇടാതെ 4 പ്രാവശ്യം ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് സേവ് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് VPN സർവീസിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ VPN ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യം തന്നെ ഇല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് ക്ലിയർ ചെയ്തിട്ടും അത് കിടന്ന പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇത് പരസ്യം വരാതിരിക്കാനും നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ച് പരസ്യം ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന പരസ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറ്റൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.